ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വിനീതമായ സ്നേഹവന്ദനം. നമുക്ക് വായിച്ചു കേൾക്കാം മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 44-ാമത്തെ വാക്യം. സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ച നിധിയോട് സദൃശം. സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ച നിധിയോട് സദൃശ്യം. അത് ഒരു മനുഷ്യൻ കണ്ട് മറച്ചിട്ട് തൻ്റെ സന്തോഷത്താൽ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് ആ വയൽ വാങ്ങി. ദൈവത്തിന് സ്തോത്രം. നിധി ഒളിച്ചു വെച്ചിരിക്കുന്ന വയൽ കണ്ടു, തനിക്കുള്ളതൊക്കെയും വിറ്റ് ആ പണം കൊണ്ട് ആ വയൽ വാങ്ങി. നമ്മുടെ ഇന്നത്തെ ധ്യാന വിഷയം വയലും നിധിയും വിലയും. വയലും നിധിയും വിലയും. പുരാതന കാലത്ത് വിലയേറിയതായ നിക്ഷേപങ്ങൾ സൂക്ഷിച്ചു വച്ചിരുന്നത് മണ്ണിനടിയിലാണ്. വാസ്തവത്തിൽ അവരുടെ ബാങ്ക് എന്ന് പറയുന്നത് ഭൂമിയായിരുന്നു. പുരാതന കാലത്ത് നിക്ഷേപങ്ങൾ കുടങ്ങളിലാക്കി മണ്ണിനടിയിൽ ഭൂമിയിൽ കുഴിച്ചിടും. ദൈവത്തിന് സ്തോത്രം. ഇവിടെ നാം കാണുന്ന ഒരു നിധിയുടെ കാര്യമാണ്. നിധി നിലത്തിലാണ്. നിധിയും നിലവും തമ്മിൽ അഭേദ്യമായ ഒരു ബന്ധമുണ്ട്. പക്ഷേ നിധി നിലമല്ല, നിലം നിധിയുമല്ല. നിധി നിലത്തിലാണ് എന്ന് മാത്രം. അത് ഒരു വ്യക്തി കാണുകയാണ്. യാദൃശ്ചികമായോ അതല്ലെങ്കിൽ കൃഷി ചെയ്യുവാനായിട്ട് എന്തെങ്കിലും ആ ഭൂമി കിളച്ച് ചെന്നപ്പോഴോ അത് കണ്ടു. അത് മറച്ചു വെച്ചു. വിലയേറിയ നിധിയാണ് എന്ന് വളരെ വ്യക്തമായി മനസ്സിലായി. അത് മറച്ചു വെച്ചു. ദൈവത്തിന് സ്തോത്രം. എന്തു വില കൊടുത്തും അത് വാങ്ങണമെന്ന അന്തരംഗത്തിൽ അദമ്യമായിരിക്കുന്ന ഒരാഗ്രഹം ആ വ്യക്തിക്ക് വന്നു. ആ വ്യക്തി വാങ്ങുവാൻ ഉദ്ദേശിക്കുന്നത് നിലമാണ്. പക്ഷേ വാങ്ങുന്നത് നിലമാണ് എങ്കിലും വില കൊടുക്കുന്നത് നിധിക്കാണ്. കാണുന്നത് നിലമാണ്, പക്ഷെ കണ്ണു വയ്ക്കുന്നത് ഏതിലാണ്? നിധിയിലാണ്. വിശാലമായിരിക്കുന്ന ഒരു വയൽ, അതിങ്ങനെ വിസ്തൃതമായി കിടക്കുന്നു. അവിടെ പലതരത്തിലായിരിക്കുന്ന വൃക്ഷങ്ങളുണ്ട്, മറ്റ് ചെറിയ ചെറിയ ചെടികളും വലിയ ചെടികളും മരങ്ങളും എല്ലാം ഉണ്ട്. അവിടെ കിണറുണ്ട്, അവിടെ വീടുണ്ട്, അവിടെ പാറകളുണ്ട്, അനേക വസ്തുക്കൾ ആ നിലത്തിലുണ്ട്. പക്ഷേ ഈ വ്യക്തിയുടെ കണ്ണിൽപ്പെടുന്ന ഒന്ന് മാത്രം. അതെന്താണ്? അത് ആ നിധി മാത്രമാണ്. ദൈവത്തിന് സ്തോത്രം. ഒരു മർമ്മം നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നാം ചേർന്ന് നിൽക്കുന്ന മനോഹരമായൊരു കൂട്ടായ്മയുണ്ട്. വളരെ പുരാതനവും വിശാലവുമായിരിക്കുന്ന സഭയുണ്ട്. സുവിശേഷ വേലകൾ ധാരാളമായി നടക്കുന്നുണ്ട്. ധാരാളം ദൈവമക്കളുണ്ട്. ധാരാളം പ്രാർത്ഥനാ ഹാളുകളുണ്ട്. കൺവെൻഷൻ പന്തലുകളുണ്ട്. ആത്മീയമായിരിക്കുന്നതായ പ്രസ്ഥാനങ്ങൾ ധാരാളമുണ്ട്. പ്രവർത്തന രംഗങ്ങളുണ്ട്. ദൈവത്തിൻ്റെ മഹത്വം. പക്ഷേ ഞാൻ നിങ്ങളോട് പറയട്ടെ, അല്പം വേദനയോടെ പറയട്ടെ, മറഞ്ഞിരിക്കുന്ന നിധി കണ്ടുകിട്ടിയതായ ദൈവമക്കൾ ചുരുക്കമാണ്. അതൊരു സത്യമാണ്. അവരുടെ മധ്യത്തിൽ പ്രസംഗിക്കുന്ന വ്യക്തികൾ യാഥാർത്ഥ്യമാണ്. കൂട്ടായ്മകൾ യാഥാർത്ഥ്യമാണ്. കൂട്ടായ്മയിൽ ചില അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാം പ്രവർത്തിക്കുന്നവർ കാണുന്നുണ്ട്. പലരും ഓടി നടക്കുന്നുണ്ട്. പക്ഷേ നിധി മറഞ്ഞിരിക്കുകയാണ്. കർത്താവ് തന്നെ പറയും, ജ്ഞാനികൾക്കും വിവേചികൾക്കും മറച്ചു വെച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തി കൊടുത്ത ഒരു മർമ്മമാണിത്. ദൈവത്തിന് സ്തോത്രം. കർത്താവായി യേശുക്രിസ്തുവിനോട് ചേർന്ന് നടന്ന ശിഷ്യന്മാർക്ക് പോലും പലർക്കും കർത്താവായി യേശുക്രിസ്തുവുമായി വ്യക്തിപരമായൊരു ബന്ധം, ആ നിധിയുടെ വില മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. കർത്താവായി യേശുക്രിസ്തു അനേക ആളുകളോട് ചേർന്ന് നടന്നു പോകുന്ന ആ സമയത്ത് ഒരു രക്തസ്രാവ സ്ത്രീ കർത്താവായി യേശുക്രിസ്തുവിൻ്റെ തൊങ്ങലൊന്ന് തൊട്ടു. ദൈവത്തിന് മഹത്വം. കർത്താവായി യേശുക്രിസ്തു അവിടെ നിന്നു. ആ ഒരു പ്രൊസഷൻ പോലെ പോകുന്നു. ആ ജനമെല്ലാം അവിടെ നിൽക്കുകയാണ്. കർത്താവായ യേശുക്രിസ്തു തിരിഞ്ഞു നോക്കുകയാണ്. എന്താ കർത്താവെ തിരിഞ്ഞു നോക്കുന്നത്? എന്നെ ഒരാൾ തൊട്ടു. എന്നെ ഒരാൾ തൊട്ടു. ദൈവത്തിന് സ്തോത്രം. ശിഷ്യന്മാർക്ക് അതിൻ്റെ സാങ്കത്യം മനസ്സിലായില്ല.
അനേകം ആളുകൾ മുട്ടുകയും ഉരുമുകയും തൊടുകയും എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ വിശ്വാസത്തിൻ്റെ കരം കൊണ്ട് ഒന്ന് തൊട്ടതായ ഒരു സ്ത്രീ മാത്രമേ ഉള്ള അവൾ ആവശ്യക്കാരിയാണ്. ആ വ്യക്തിയിലേക്ക് ശക്തി വ്യാപരിച്ചു. ഞാൻ എന്തിനായി ഈ വചനം പറയുന്നത് നിങ്ങൾക്കറിയാം. കൂട്ടായ്മയോട് ചേർന്ന് വരാനല്ല, പള്ളിയിൽ നിരന്തരം പോകണമെന്ന് ആഹ്വാനം ചെയ്യാനല്ല, തീർത്ഥാടനത്തിന് കുരിശും ചുമന്നുകൊണ്ട് പോകണമെന്നല്ല. ഒരൊറ്റ വചനം മാത്രമേ അടിയന് ഊന്നി പറയുവാനായിട്ടുള്ളൂ. കർത്താവായ യേശുക്രിസ്തുവാകുന്ന വിലയേറിയതും വില തീരാത്തതുമായ നിധിയുമായി വ്യക്തിപരമായ പിരിയാത്ര സജീവമായ ഒരു സ്നേഹബന്ധം വേണം. ദൈവത്തിന് സ്തോത്രം. യഹോവ എൻ്റെ ഇടയനാകുന്നെന്ന് പറയുവാൻ തൊക്കോണം ചങ്കത്ത് കൈവച്ചുകൊണ്ട് ഒരു രക്ഷകനുണ്ട് എങ്കിൽ എനിക്കൊരു ചങ്കുണ്ട്, അതിനകത്ത് വസിക്കുന്നതായ രക്ഷകൻ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ആ മറഞ്ഞിരിക്കുന്ന നിധി നമ്മളുടെ കൂട്ടായ്മയിൽ പ്രവർത്തനങ്ങൾ അനേകം നടക്കുന്നുണ്ട്. ശ്രേഷ്ഠരായ ദൈവമക്കളുണ്ട്, ശക്തിയേറിയ വചന ശുശ്രൂഷയുണ്ട്. ഇതെല്ലാം നിങ്ങൾ കാണുന്നുണ്ട്. മനോഹരമായിരിക്കുന്ന ഹോളും സ്റ്റേജും പ്രവർത്തന രംഗങ്ങളും എല്ലാം ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, വനിതാ സമാജമുണ്ട്, യങ് മെൻ ഫെലോഷിപ്പുണ്ട്, കുട്ടികളുടെ ബൈബിൾ ക്ലാസ്സുണ്ട്, വലിയ വലിയ കൺവെൻഷനുകളുണ്ട്, വലിയ മീറ്റിങ്ങുകളെല്ലാം നടക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തിപരമായി ദൈവത്തിന് സ്തോത്രം ഒരു കാഴ്ച കിട്ടിയിട്ടുണ്ടോ? ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരൊറ്റ വ്യക്തി മാത്രം. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ഈ കൂട്ടായ്മയെ മുന്നോട്ട് ശക്തിയോടെ എതിർപ്പുകളെ അതിജീവിച്ച് നടന്ന് മുന്നോട്ട് പോകുവാൻ നൽകുന്നതായ ശക്തി ഏതാണെന്നറിയാമോ? അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ്. ദൈവമക്കളെ, ആ കർത്താവായ യേശു ക്രിസ്തു ഈ കൂട്ടായ്മയിൽ നിറഞ്ഞു നിന്ന് പ്രവർത്തിക്കുന്നു. ജീസസ് ഈസ് എ ഹിഡൻ പ്രൈസ്ലെസ് ട്രഷർ. ഹല്ലേലൂയ, ദൈവത്തിൻ്റെ മഹത്വം. 11-ാം അധ്യായം എടുത്ത മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ വാക്യം എന്താണ് പറയുന്നത്? മത്തായി 11-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ വാക്യം. ആ സമയത്ത് തന്നെ യേശു പറഞ്ഞത്, പിതാവേ, സ്വർഗത്തിനും ഭൂമിക്കും കർത്താവായുള്ളവേ, നീ ഇത് ജ്ഞാനികൾക്കും വിവേകൾക്കും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് ഞാൻ നിന്നെ വാഴ്ത്തുന്നു. ആ ഒരു ശിശുഗണത്തിൽ നീ പെട്ടോ? മറഞ്ഞിരിക്കുന്ന നിധി കാണാനുള്ളതായ വിശ്വാസത്തിൻ്റെ ഉള്ളം കണ്ണ് തുറന്നു കിട്ടിയതായ ദൈവമക്കളുടെ കൂട്ടമായിരിക്കണം. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, അത് കണ്ടാൽ പോരല്ലോ. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, ദൈവത്തിൻ്റെ സ്തോത്രം, ഇടുക്കുവാതിലാണ് സ്വർഗരാജ്യത്തിലേക്ക് പോകാനുള്ളതായ വാതിൽ. അത് ഇടുക്കവും ഞെരുക്കവും ഉള്ളതാണ്. അടുത്ത വാക്യം എന്നാ അറിയാമോ? അത് കണ്ടെത്തുന്നവർ ചുരുക്കം. അത് കണ്ടെത്തുന്നവർ ചുരുക്കം. കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ദേഹമെന്ന തിരശീല കാൽവറിയിൽ ചീന്തി തുറന്നതായ ഒരേ ഒരു വഴി മാത്രമേ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ വേണ്ടി തുറന്നതുള്ളൂ. റോമൻ കത്തോലിക്കർക്ക് ഒരു പ്രത്യേക വഴിയും, ഓർത്തഡോക്സുകാർക്ക് മറ്റൊരു വഴിയും, മാർത്തോമാക്കാർക്കോ അല്ലെങ്കിൽ യാക്കോബായക്കാർക്കോ CSIക്കാർക്കോ മറ്റൊരു വഴിയുമൊന്നുമില്ല. മക്കളെ, സ്വർഗരാജ്യത്തിലെത്തണമോ? വിശ്വാസത്തിൻ്റെ കണ്ണ് തുറന്ന് കാൽവറിയിൽ തുറന്നതായ വഴി നിങ്ങൾക്കൊന്ന് കാണാമോ? അത് ഇടുക്കമുള്ളതാണ്. തിരുവിലാവ് കുത്തി തുറന്നപ്പോൾ ആ കുന്തം വലിച്ചൂരി ദൈവത്തിൻ്റെ സ്തോത്രം, രക്തവും വെള്ളവും ഒഴുകി. പാവപ്പെട്ട അടിയന് ആ ഒരു കാഴ്ച വിശ്വാസ കണ്ണുകൊണ്ട് കാണുവാനുള്ളൊരു കൃപ കിട്ടി. പൂർവ്വപിതാക്കന്മാർ ചൊല്ലി, ദൈവത്തിന് തൂക്കപ്പെട്ടു മരത്തിൽ, വിലാവ് തുറന്നു ആ ചോളം, രക്തം വെള്ളമൊഴുകുന്നൊരു മിശിഹ. ഹല്ലേലൂയ. ആ മിശിഹ ഒരു യാഥാർത്ഥ്യമാണ്. പാപം ഇതുവരെയും തീർന്നിട്ടില്ലാത്തതുകൊണ്ട് ആ തുറക്കപ്പെട്ട തിരുവിലാവിൽ കൂടി ഒഴുകുന്ന തങ്കച്ചവരുടെ ഒഴുക്ക് ഇതുവരെയും നിന്നു പോയിട്ടില്ല. നന്ദിയോടെ സ്തോത്രം. ദൈവമക്കളെ, പാപമോചനത്തിന് അധികാരമുള്ള തങ്കച്ചോര വാർന്നൊലിക്കുന്ന ആ ഉറവ നിൻ്റെ വിശ്വാസത്തിൻ്റെ കണ്ണ് തുറന്ന് കണ്ട് നീ നോക്കിയിട്ടുണ്ടോ? ദൈവമക്കളെ, അതൊരു യാഥാർത്ഥ്യമാണ്. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. എൻ്റെ ദൈവത്തിൻ്റെ മഹത്വം. അത് കണ്ടാൽ മാത്രം പോരാ. ദൈവമക്കളെ, സ്വർഗരാജ്യത്തിലേക്കുള്ള വഴി കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ തുറന്നു എന്നുള്ളതായ അറിവ് മാത്രം പോരാ. അത് കണ്ടാൽ മാത്രം പോരാ, അതിനകത്തോടെ പ്രവേശിക്കണം. അതാണ് ഇവിടെ നടന്നത്. ആ വാക്യം ഒന്നോടെ വായിച്ച്, മത്തായി 13:44. സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ച നിധിയോട് സദൃശം. അതൊരു മനുഷ്യൻ കണ്ട് മറച്ചിട്ട്, ഒരു മനുഷ്യൻ അത് കണ്ടു, അത് മറച്ചിട്ട് തന്റെ സന്തോഷത്താൽ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് ആ വയൽ വാങ്ങി. നിങ്ങൾ കേട്ടോ? അത് ദൈവത്തിന്റെ സ്തോത്രം. ആ വയൽ വാങ്ങി. ആ മനുഷ്യൻ ആ വയൽ സ്വന്തമാക്കി. വയലാണ് വാങ്ങിയത്,
പക്ഷെ സ്വന്തമാക്കിയത് നിധിയാണ്. ദൈവത്തിന് സ്തോത്രം. നിങ്ങളൊന്ന് ശ്രദ്ധ വെച്ച് കേട്ടേ. ദൈവത്തെ എല്ലാവർക്കും ആഗ്രഹമുണ്ട് സ്വർഗരാജ്യത്തിൽ പോകണമെന്ന്. എല്ലാവർക്കും ആഗ്രഹമുണ്ട് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിറവടിയായ അനുഗ്രഹം ഏറ്റുവാങ്ങണമെന്ന്. കർത്താവായ യേശുക്രിസ്തു എൻ്റെ ചങ്കിനകത്തേക്ക് വരണമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. അതുകൊണ്ടൊന്നും ആകുന്നില്ല ദൈവമക്കളെ. ദൈവത്തിൻ്റെ സ്തോത്രം. ഞാൻ നിങ്ങളോട് ശ്രദ്ധിക്കാൻ പറഞ്ഞതെന്നറിയാമോ? വില കൊടുക്കണം. വെറുതെ കിട്ടുന്നതല്ല അത്. എന്താണ് വില? എന്താണ് വില? നിങ്ങൾക്ക് പറയാമോ എന്താണ് വില? തനിക്കുള്ളതൊക്കെയും. എല്ലാവരും കേട്ടോ അത്? തനിക്കുള്ളതൊക്കെയും. ദൈവത്തിൻ്റെ മഹത്വം. നിങ്ങൾക്കുള്ളതെല്ലാം നിങ്ങളുടെ കയ്യിലിരിക്കുകയാണെങ്കിൽ ഈ നിധി നിങ്ങളുടെ കയ്യിൽ കാണുകയില്ല. പൊരുൾ തിരിച്ചു പറഞ്ഞു തരാം. വിലയേറിയവനും വില തീരാത്തവനുമായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തു, യേശു ഒരുക്കിയതായിരിക്കുന്ന സ്വർഗരാജ്യം, അത് നിനക്ക് സ്വന്തമാക്കണമെങ്കിൽ നിന്റെ കയ്യിൽ ഈ ഭൂമിയിലുള്ളതെല്ലാം വെച്ചുകൊണ്ട് സാധ്യമല്ല. ഇന്ന് അനേകരുടെ ചിന്താവിഷയം മനോരഥം എന്താണെന്നറിയാമോ? കക്ഷത്തിലിരിക്കുന്നത് പോകരുത്, ഉത്തരത്തിലിരിക്കുന്നത് എടുക്കുകയും ചെയ്യണം. അതൊരിക്കലും നടക്കുകയില്ല. ദൈവത്തിന് മഹത്വം. വിശുദ്ധ ലൂക്കോസിലേക്ക് വളരെ വ്യക്തമായി ഇത് പറയുന്നുണ്ട്. എന്ത് വിലയാണ് കൊടുക്കേണ്ടത്? 14-ാം അധ്യായം എടുത്ത് 14-ാം അധ്യായത്തിൻ്റെ 26-27. എന്റെ അടുക്കൽ വരികയും എല്ലാവരും കേൾക്കണം. എൻ്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരിമാരെയും സ്വന്തം ജീവനെയും കൂടെ പായ്ക്കാതിരിക്കുകയും ചെയ്യുന്നവന് എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയില്ല. എല്ലാവരും കേട്ടോ പോലും? ദൈവത്തിന് സ്തോത്രം. ഞാൻ സാധാരണ ഒരു വാക്ക് പറയാൻ, ദിസ് ഈസ് ദി മോസ്റ്റ് ഡിഫിക്കൽട്ട് സെന്റൻസ് ഇൻ ദി ഹോൾ ബൈബിൾ. സ്വർഗരാജ്യത്തിൽ പോകണമോ? യേശുവിനെ സ്വന്തമായി കിട്ടണമോ? ദൈവത്തിന് സ്തോത്രം. ഒന്നോടെ വായിച്ച 26-27 ലൂക്കോസ്. എന്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരിയെയും സ്വന്തം ജീവനെയും പായ്ക്കാതിരിക്കുകയും ചെയ്യുന്നവന് എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. അടുത്ത വാക്യം. തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്റെ പിന്നാലെ വരാത്തവനും എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, നിങ്ങളൊരു വ്യക്തിയിലേക്ക് നോക്കിയ, നിങ്ങൾ യെരുശലേം തെരുവീതിയിൽ നിൽക്കുന്ന സമയം ഒരു വ്യക്തി ക്രൂശും എടുത്തുകൊണ്ട് പോവുകയാണ്. അദ്ദേഹത്തെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു. പെരുമരക്കുരിശ് തോളിൽ വെച്ചു കൊടുത്തു. അതും കൊണ്ട് പോവുകയാണ്. ആ കാണുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തമായിട്ടറിയാം, ഹി വിൽ നെവർ കം ബാക്ക്. ആ വ്യക്തി ഇനി ഒരിക്കലും തിരിച്ചു വരികയില്ല. അദ്ദേഹത്തിൻ്റെ വീടിനി സ്വന്തമായി അനുഭവിക്കാനും കിടക്കാനും സ്വന്തക്കാരുമായി ഒരിക്കലും ഇടപെടാനും സാധ്യമല്ല. എല്ലാം വിട്ട് മരിക്കാനായിട്ട് പോവുകയാണ്. അങ്ങനെ വ്യക്തമായി നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിനെ വേർതിരിച്ചിട്ടുണ്ടോ? ഇവിടെ നിലം മുഴുവൻ വിറ്റു, തനിക്കുണ്ടായിരുന്ന മുഴുവൻ വിറ്റു. ആ നിധി വാങ്ങി, ആ വയൽ വാങ്ങി. അപ്പനെ വിൽക്കാൻ പറ്റുമോ? അമ്മയെ വിൽക്കാൻ പറ്റുമോ? മക്കളെ വിൽക്കാൻ പറ്റുമോ? ദൈവത്തിന് പിന്നെ എന്താണ്? ദൈവത്തിന് വിൽക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? തനിക്കുള്ളതൊക്കെയും വിൽക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഉടമസ്ഥാവകാശം കൈമാറുകയാണ്. അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായോ? ഉടമസ്ഥാവകാശം കൈമാറുകയാണ്. ഞാൻ എൻ്റെ വീടും പുരയിടവും വിറ്റു. ഞാൻ 19 വർഷം താമസിച്ച സ്ഥലമായിരിക്കാം. പക്ഷെ തീരെഴുതി കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ കാശ് വാങ്ങി, ഇപ്പോൾ ഉടമസ്ഥൻ വേറെയാണ്. ദൈവമക്കളെ, നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഇതിൻ്റെ അർത്ഥം മനസ്സിലാകുന്നുണ്ടോ? എനിക്ക് അറിഞ്ഞുകൂടാ. ജീവിതത്തിന് ഉടമസ്ഥാവകാശം കർത്താവായ യേശുക്രിസ്തുവിന് തീരെഴുതി കൊടുത്തിട്ടുണ്ടോ? മാതാപിതാക്കന്മാരെയെല്ലാം നമ്മൾ വിട്ടുകളയല്ല, വിൽക്കുകയല്ല, കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ഇനി എല്ലാം ദൈവത്തിൻ്റെയാണ്. എൻ്റെ മക്കൾ എൻ്റെയല്ല, എൻ്റെ വീട് എൻ്റെയല്ല, എൻ്റെ കൊച്ചുമക്കൾ എൻ്റെയല്ല, ഹല്ലേലൂയ, എൻ്റെ വിദ്യാഭ്യാസം എൻ്റെയല്ല, എൻ്റെ ബുദ്ധി എൻ്റെയല്ല, എൻ്റെ കൂട്ടായ്മ എൻ്റെയല്ല, എൻ്റെ വചന ശുശ്രൂഷ എൻ്റെയല്ല, എൻ്റെ കഴിവുകൾ എൻ്റെയല്ല, എൻ്റെ വാഹനം എൻ്റെയല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരുത്തനോടുള്ള സ്നേഹത്തെ പ്രതി എല്ലാം ഞാൻ അരുമനാഥൻ്റെ കാൽക്കൽ വെച്ചിട്ട് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവോടും എൻ്റെ കർത്താവായ യേശുക്രിസ്തുവിനെ ഞാൻ കെട്ടിപ്പിടിക്കുകയാണ്. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം മർമ്മപ്രധാനമായൊരു ചോദ്യം
പത്രോസ്ലീഹായോടാണ് ചോദിച്ചത്, പക്ഷേ ഞാൻ മനുഷ്യവർഗത്തോടാണെന്ന് പറയും. എന്താണ് ചോദ്യം? ഇവരിലെല്ലാം അധികമായി പത്രോസേ നീ എന്നെ സ്നേഹിക്കുന്നു. യോഹന്നാന്റെ മകനായ ശീമോന്, ഇവരിലെല്ലാം അധികമായി. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഞാൻ നിങ്ങളോട് തുറന്ന് ചോദിക്കുകയാണ്, ഇൻ സർട്ടൻ പീപ്പിൾ ജീസസ് ക്രൈസ്റ്റ് ഈസ് ആബ്സെൻറ്റ്. ചിലരിൽ കർത്താവായി യേശു ക്രിസ്തു ഇല്ല. ഇൻ സർട്ടൻ അതേഴ്സ് ജീസസ് ഈസ് പ്രസൻറ്റ്. കർത്താവായി യേശു ക്രിസ്തു ഇല്ലാത്തവർ കർത്താവായി യേശു ക്രിസ്തു സന്നിഹിതരായിരിക്കുന്ന യേശു ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. ബട്ട് ഇൻ സർട്ടൻ അതേഴ്സ് ജീസസ് ക്രൈസ്റ്റ് ഈസ് പ്രോമിനൻറ്റ്. ചിലരിൽ കർത്താവായി യേശു ക്രിസ്തു പ്രധാനിയാണ്. പക്ഷേ വചനങ്ങൾക്കും ദൈവങ്ങളോട് ഞാൻ പറയട്ടെ, അത് പോരാ. യേശു ഇല്ലാത്തവരായി നിങ്ങൾ ഒരിക്കലും തീരരുത്. യേശു ഉള്ള പൊത്തുവരത്ത് ക്രിസ്ത്യാനിത്വം പോരാ, യേശു പ്രധാനിയായാൽ പോരാ. പക്ഷെ ഞാൻ നിങ്ങളോട് വ്യക്തമായി പറയുകയാണ്, ഇൻ ദം ജീസസ് ക്രൈസ്റ്റ് ഈസ് പ്രീ എമിനൻറ്റ്, പരമപ്രധാനിയാണ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് മഹത്വം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സർവസ്വവുമാണ്. തന്നിനായിരിക്കുന്ന പൗലോസ്യ പറഞ്ഞു, എനിക്ക് ജീവിക്കുന്ന ക്രിസ്തുവും മരിക്കുന്നത് ലാഭമാണ്. ദൈവത്തിന് സ്തോത്രം. ഞാനെന്ന് പറയുന്ന ആ റോമ പൗരത്വമുള്ള വ്യക്തി, ഗമാലിയലിൻ്റെ പാഠപീഠത്തിൽ നിന്ന് പഠിച്ചവൻ, മഹാപുരുഷന്മാരുടെ അധികാരപത്രമുള്ളവൻ ഇപ്പോൾ ക്രൂശിലാണ്. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ആ മഹാനായിരിക്കുന്ന പൗലോസ് ഇല്ല. ദൈവത്തിന് സ്തോത്രം. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. ഹല്ലേലൂയ, ദൈവത്തിൻ്റെ മഹത്വം, കർത്താവിന് സ്തോത്രം. ദൈവമക്കളെ, അപ്രകാരം ഒരു പിരിയ ബന്ധത്തിലേക്ക് നിങ്ങൾ വരണം. നമ്മുടെ പൂർവ്വപിതാക്കന്മാർ പാടിയില്ലേ, ലോകം താത സഹോദര യാതിയതും തറവാടും ആകെ ഉപേക്ഷിച്ച് മിശിഹായെ കാണുവാൻ വാളാൽ ചിറകൾ കൊണ്ട് ഉന്നതപദമേറി. ദൈവത്തിന് സ്തോത്രം. കിങ്ഡം ഓഫ് ഹെവൻ ഈസ് മോർ വാല്യൂബിൾ ദാൻ എനിത്തിങ് എൽസ് ഇൻ ദിസ് ബയോളജിക്കൽ വേൾഡ്. അതിലേക്കൊക്കെ നിങ്ങൾക്ക് വരാൻ പറ്റുമോ? ഈ ലോകത്തുള്ള സകല സ്വർണവും സകല പെണ്ണും ദൈവത്തിന് സകല പണവും സകല ഡോളറും എല്ലാം കൂടെ കൂട്ടിയവരെടുത്ത് വെച്ച് കഴിഞ്ഞാലും ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ദൈവത്തിന് സ്തോത്രം. എൻ്റെ പൊന്നു കർത്താവിനേക്കാൾ വിലയേറിയതല്ല അത്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഇവയെല്ലാം ഞാൻ ഛേദമെന്നെണ്ണുന്നു, ചപ്പെന്നും ചവറെന്ന് വെണ്ണുന്നു. ഞാനിത് വെറും ഭംഗിവാക്കായിട്ട് പറയുകയല്ല. ഈ കാലങ്ങളിൽ ആ ബോധ്യമടിന് കിട്ടി വരികയാണ്. ഒന്നിനും വലിയ വിലയില്ല. വിലയേറി ഒരുത്തനുണ്ട്. ഹല്ലേലൂയ, എനിക്ക് ജീവൻ തന്ന് സ്നേഹിച്ച എൻ്റെ കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ വായിച്ചു ലൂക്കോസിന്റെ സുവിശേഷത്തിൽ, വിട്ടുപിരിയുന്നില്ല എങ്കിൽ, ഇവയെല്ലാം വിട്ടുപിരിയുന്നില്ല എങ്കിൽ, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, വിട്ടുകളയുക. കർത്താവായ യേശു ക്രിസ്തുവിനെ നിങ്ങൾ കൈക്കൊള്ളുക. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഇതെല്ലാം നടന്നു കഴിയുമ്പോൾ എല്ലാം വിറ്റു. അവനുണ്ടായിരുന്ന എല്ലാവരും പറഞ്ഞ മണ്ടത്തരായിപ്പോയി. നീ മനോഹരമായിരിക്കുന്ന എല്ലാ വിളവും എല്ലാ ഫലവൃക്ഷങ്ങളും ഉണ്ടായിരുന്ന നിൻ്റെ ഈ ഭൂമി വിറ്റേച്ചും ഈ ഒരു പാഴ്മണ്ണ് പോയി മേടിച്ച് എന്തിനാണെന്ന് പറയും. ദൈവത്തിന് സ്തോത്രം. എന്നോട് ചോദിച്ചിട്ടുണ്ട്, സാറിന് നല്ലൊരു കുടുംബമില്ലേ, സാർ ഒരു അച്ഛൻ്റെ മകനല്ലേ, നല്ല ജോലിയില്ലേ? ദൈവത്തിന് സ്തോത്രം. പിന്നെ ഈ വേദോസം പിടിച്ചുകൊണ്ട് ഈ നടക്കണം? ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. റിട്ടയർ ചെയ്ത് വാർദ്ധക്യത്തിലായി കഴിയുമ്പോഴും ചിലർ ചോദിക്കുന്നുണ്ട്, വല്ലയിടത്തൊരു സ്വസ്ഥമായിട്ട് പെൻഷനും മേടിച്ച് സുഖമായിട്ട് കഴിഞ്ഞാൽ പോരെ, ഈ പ്രാഞ്ചി ഓടി നടക്കണേ എന്തിനാ? ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഒരു സ്നേഹത്തിൻ്റെ ചരട് എന്നെ കർത്താവുമായിട്ട് ബന്ധിച്ചു. ദൈവനാമം മാത്രം മഹത്വപ്പെടുന്ന പറയട്ടെ. ദൈവത്തിന് സ്തോത്രം. മറ്റുള്ളവരുടെ മുമ്പിൽ മൂഢനായിക്കൊള്ളട്ടെ. എനിക്ക് എൻ്റെ യേശു ഉണ്ടെങ്കിൽ മാത്രം മതി. മത്തയുടെ സുവിശേഷം 13-ാം അധ്യായം എടുത്ത്, മത്തയുടെ സുവിശേഷം 13-ാം അധ്യായത്തിന് 46-ാമത്തെ വാക്യം, 13-ാം അധ്യായം 46-ാമത്തെ വാക്യം വായിച്ചു. അവൻ വിലയേറിയ ഒരു മുത്ത് കണ്ടെത്തിയാറേ. ഓ ദൈവത്തിന്, ഒരു വ്യക്തി വിലയേറിയതായ ഒരു മുത്ത് കണ്ടെത്തിയാറേ, ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് അത് വാങ്ങി. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, എല്ലാത്തിനും വിലയുണ്ട് കേട്ടോ. പരിശുദ്ധന്മാർക്ക് വിലയുണ്ട്, കൂട്ടായ്മയ്ക്ക് വിലയുണ്ട്, സുവിശേഷ വേലക്കാർക്ക് വിലയുണ്ട്, സുവിശേഷ പ്രവർത്തനത്തിന് വിലയുണ്ട്, പള്ളിക്ക് വിലയുണ്ട്, കൂട്ടായ്മയ്ക്ക് വിലയുണ്ട്, ദേവദാസന്മാർക്ക് വിലയുണ്ട്. പക്ഷെ വില തീരാത്ത ഒരുത്തനുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഇത് പ്രൈസ്ലെസ് ട്രഷർ. ഹല്ലേലൂയ, വിലയേറിയവന് വില തീരാത്തവൻ. അതാരാണ്? എൻ്റെ പ്രാണപ്രിയനായിരിക്കുന്ന യേശുവാണ്. ദൈവനാമം മാത്രം മഹത്വപ്പെടുവാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ,
ഞാൻ നിങ്ങളെ വരച്ച് കാണിച്ചൊരു കാര്യമുണ്ട്. ആ വ്യക്തി എന്ത് കണ്ടു? ഒരു വയൽ കണ്ടു. ഹി സീസ്. പക്ഷേ അതിലല്ല കണ്ടുവെച്ചത്, അതിനകത്ത് ഇരിക്കുന്ന ഒരു നിധി കണ്ടു. അവൻ എന്ത് ചെയ്തു? അവനത് ഒളിച്ചു വെച്ചു. ദൈവത്തിന് സ്തോത്രം. പിന്നെ അവൻ അവിടെ നിന്ന് പോയി. എന്തിനാണ് പോയത്? തനിക്കുള്ളതെല്ലാം വിൽക്കാൻ വേണ്ടിയിട്ടാണ്. തിരിച്ചു വന്ന് എന്ത് ചെയ്തു? അത് വാങ്ങി. നിധി കാണുന്നു, നിധി മറച്ചു വയ്ക്കുന്നു, പോകുന്നു, വിൽക്കുന്നു, വാങ്ങുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, അവനുണ്ടായിരുന്ന എല്ലാം കയ്യിൽ വെച്ചുകൊണ്ടല്ല നിധി കിട്ടിയത്. ഇപ്പോൾ അവൻ്റെ എല്ലാം പോയി, നിധി കയ്യിലുണ്ട്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ കയ്യിലിപ്പോൾ എന്താണ്? ദൈവത്തിന് യേശുവാണോ, അതെയോ നിങ്ങൾ പിടിച്ചു വെച്ചിരിക്കുന്ന ചില നിധിയാണ്? ഇന്ന് നടക്കണം ഫൈൻഡിങ്, ഗോയിങ്, സെല്ലിങ് ആൻഡ് ബൈയിങ്. ഹല്ലേലൂയ. ഞാൻ ഒരു വാക്ക് പറയാതെ എനിക്ക് നിർത്തിക്കൂടാ. ദൈവമക്കളെ, എൻ്റെ വില എന്താണ്? അവൻ എനിക്ക് തന്ന വില എന്താണ്? നന്ദിയോടെ സ്തോത്രം. എന്നെ സ്വന്തമാക്കാൻ വേണ്ടി കൊടുക്കേണ്ടി വന്ന വില എന്താണ്? സർവശക്തനായ ദൈവം ഈ ചൂത്തയായിരിക്കുന്ന ഒരു വിലയുമില്ലാത്ത പാപത്തിൻ്റെതായ അഴുക്ക് മുഴുവൻ മാറ്റിയതായ എന്നെ സ്വന്തമാക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ സ്തോത്രം എന്ത് വില കൊടുത്തു ദൈവമക്കളെ? വിലയേറിയ രക്തം, സ്വന്തം ജീവനെ മറുവിലയായി കൊടുത്ത് എന്നെ വിലയ്ക്ക് വാങ്ങി. ഇത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? കാൽവറിയിലേക്ക് നിങ്ങൾക്കൊന്ന് വരാമോ? ദൈവത്തിൻ്റെ സ്തോത്രം. ആ തിരുവിലാവലിലേക്ക് നിങ്ങളൊന്ന് നോക്കിക്കേ കുഞ്ഞുങ്ങളെ, മക്കളെ. ഇനി ഒരു തുള്ളി രക്തം പോലുമില്ല, വെള്ളം ഒഴുകി വന്നു. ഞാനൊന്നും ബാക്കി വെച്ചില്ല, എല്ലാം വിറ്റു. എൻ്റെ ജീവൻ പണയം വെച്ചു, എൻ്റെ ജീവൻ ഊറ്റി തന്നു. എന്തിന്? ചേറ്റിൽ കിടന്ന് നിന്നെ ഒന്ന് സ്വന്തമാക്കി തീർക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ മാർപ്പം നിങ്ങളൊന്ന് മനസ്സിലാക്കുമോ? എൻ്റെ പൊന്നു കർത്താവേ, നീ ജീവരക്തം ഊറ്റി തന്ന് വിലയേറി രക്തം മറുവിലയായിക്കോടെ തന്നെ വിലയ്ക്ക് വാങ്ങി. ഞാനിതുവരെയും ഒന്നും വിൽക്കാൻ തയ്യാറായിട്ടില്ല. പക്ഷേ ഈ മർമ്മം ഇപ്പോൾ എൻ്റെ കൺമുമ്പിൽ വരച്ച് കിട്ടിയല്ലോ. ഞാൻ ആ ക്രൂശിൻ ചോട്ടിൽ എന്നെ വിലയ്ക്ക് വാങ്ങിയതായ ആ രംഗത്തേക്ക് ഞാൻ വരികയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവരക്തം എനിക്ക് വേണ്ടി മറുവിലയായി കൊടുത്ത് എന്നെ വിലയ്ക്ക് വാങ്ങിയ പൊന്നു കർത്താവേ, ക്രൂശിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഞാനൊരു കാര്യം തീരുമാനിക്കുകയാണ്. ഞാൻ എല്ലാം വിൽക്കുകയാണ്. ലോകം തരുന്നൊരു സുഖം എനിക്ക് വേണ്ട, ജഡം തരുന്നതായ ഒരു സുഖഭോഗം എനിക്ക് വേണ്ട. ഹല്ലേലൂയ. ലോകത്തിൻ്റെ അംഗീകാരം എനിക്ക് വേണ്ട, കൂട്ടായ്മയിലെ സ്ഥാനം എനിക്ക് വേണ്ട, മനുഷ്യൻ്റെ പ്രീതിയും സൽപ്പേരും എനിക്ക് വേണ്ട. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ വാഴ്ത്തപ്പെട്ട പൊന്നു കർത്താവിന് മാത്രം എനിക്ക് കിട്ടിയാൽ മതി. ഹല്ലേലൂയ. അത് വെറുതെ കിട്ടുകയില്ലല്ലോ. അത് കിട്ടണമെങ്കിൽ എല്ലാം വിൽക്കണമല്ലോ. എങ്കിലും കർത്താവേ, ഞാൻ സകലത് മരുമനാഥൻ്റെ കാലുകൾ വയ്ക്കുകയാണ്. നന്ദിയോടെ, നന്ദിയോടെ സ്തോത്രം. ഒരു സത്യം ഞാൻ വളരെ വ്യക്തമായി മനസ്സിലാക്കുകയാണ്. എനിക്ക് കൊടുക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ളതായിരിക്കുന്ന വില എന്ന് പറയുന്നത് ഞാൻ രസിച്ച് സുഖിച്ച് ഞാൻ ആനന്ദിച്ച് നടക്കുന്ന പാവത്തോട് യാത്ര പറയുക എന്നുള്ളതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതല്പം വിഷമമുള്ള കാര്യമാണ്. മദ്യത്തിൻ്റെ ലഹരിയിൽ സുഖിച്ച് നടക്കുന്ന മക്കളെ, നിങ്ങൾക്ക് യേശുവിനെ വേണമോ? വില കൊടുക്കാൻ തയ്യാറാകുക. മദ്യപിശാചിനോട് യാത്ര പറയുക. നരകത്തിൻ്റെ പാനീയം ഇനി തൊടുകയില്ല എന്ന് നിങ്ങൾ തീരുമാനിക്കുക. ബ്ലൂ ഫിലിമിൻ്റെ രസം അനുഭവിക്കുന്ന യുവാക്കന്മാരുണ്ടോ? ലൈംഗികമായിരിക്കുന്നതായ ആ വൃത്തികെട്ടതായ അശുദ്ധ ലൈംഗിക ബന്ധത്തിൻ്റെ സുഖം അനുഭവിക്കുന്നവരുണ്ടോ? ലോകത്തിൻ്റെയും ജഡത്തിൻ്റെയും പിന്നാലെ അതിൻ്റെ മട്ടുകുറ്റി കുടിച്ച് രസിച്ച് നടക്കുന്നവരുണ്ടോ? ദൈവമക്കളെ, സ്വർഗരാജ്യം വേണമോ? കർത്താവായ യേശുക്രിസ്തുവിനെ കിട്ടണമോ? പാപത്തിൻ്റെതായ സകലത്തോടും യാത്ര പറയുക. ഹല്ലേലൂയ. അത് വിഷമാണ്, അതൊരു സ്പിരിച്വൽ സൈനൈഡാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഓരോരുത്തരും കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിർണായകമായ തീരുമാനമെടുക്കണം. ഹല്ലേലൂയ. നന്ദി. എല്ലാറ്റിനോടും യാത്ര പറഞ്ഞ് വെറും കൈയായി കർത്താവിൻ്റെ അടുക്കിലേക്ക് അങ്ങ് ചെല്ലാമോ? നന്ദിയോടെ, നന്ദിയോടെ സ്തോത്രം. ഒന്നും കയ്യിൽ വേണ്ട, സകലതും വലിച്ചെറിഞ്ഞ് കളഞ്ഞിട്ട് നിങ്ങളിപ്പോൾ മുടിയനായ പുത്രനെ പോലെ, അപ്പാ, സ്വർഗത്തോടും നിന്നോടും വിരോധമായി ഞാൻ പാപം ചെയ്തു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇപ്പോൾ അരുമനാഥന് രക്തം പുരണ്ട ആ കരം നിങ്ങളെ ആലിംഗനം ചെയ്യുകയാണ്. രക്തത്താൽ നിങ്ങളെ അഭിഷേകം ചെയ്യുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ തീയാൽ നിങ്ങളെ കത്തിക്കുകയാണ്. ജീവൻ്റെ പുസ്തകത്തിൽ നിങ്ങളുടെ പേരെഴുതുകയാണ്. ഹല്ലേലൂയ. വില തീരാത്തതായ വിലയേറിയതായിരിക്കും നിധി നിങ്ങളുടെ സ്വന്തമായി തീരുകയാണ്. സ്വർഗരാജ്യത്തിൻ്റെ ഓഹരിക്കാരനായി ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ഇപ്പോൾ ഭാഗ്യശാലിയായി മാറുകയാണ്. നിങ്ങൾക്ക് ആർക്കെല്ലാം വേണം?
വിലക്കുക, യേശുവിനെ സ്വന്തമാക്കി സ്വീകരിക്കുക, കർത്താവായ യേശു ക്രിസ്തുവിനെ കർത്താവിൻ്റെ രക്ഷിതമായി ചങ്കിനകത്ത് പ്രതിഷ്ഠിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണ നിറഞ്ഞ ദൈവമേ, വാഴ്ത്തപ്പെട്ട പൊന്നു കർത്താവേ, ഈ സ്വർഗീയ നിമിഷത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിൻ്റെ വിലയേറി രക്തം മറുവിലയായി തന്ന് ഞങ്ങളെ വിലയ്ക്ക് വാങ്ങി. ഇപ്പോൾ ഞങ്ങൾക്കുള്ളതെല്ലാം വിറ്റ് ഞങ്ങൾ നിന്നെ സ്വന്തമാക്കുകയാണ്. കർത്താവെ, നഷ്ടപ്പെട്ടു പോകാൻ ഇടവരുത്. നിത്യസ്വർഗത്തിൽ നിത്യ കഴിപ്പാൻ തക്കോടെ ഞങ്ങളെല്ലാവരെയും ഒരുക്കണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരമല്ലമാറാകണമേ. ആമീൻ. ഹല്ലേലൂയ.